ഹെൽമെറ്റിൽ എങ്ങനെയാണ് ക്യാമറ പിടിപ്പിക്കുന്നത്. ഹായ് ഫ്രണ്ട്സ്, സോക്ക് ട്രാവലറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഹെൽമെറ്റിൽ ക്യാമറ വെച്ചിട്ട് കുറേ ആളുകൾ പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇന്ന് നമ്മൾ ഹെൽമെറ്റിൽ എങ്ങനെയാണ് ക്യാമറ പിടിപ്പിക്കുന്നത് എന്നുള്ളൊരു വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ ഹെൽമെറ്റിലാണ് ഇന്ന് ക്യാമറ ഫിക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ മൗണ്ട് ആദ്യം ഫിക്സ് ചെയ്യണം. അപ്പോൾ ഇതിന് വേണ്ടത് നമ്മൾ ഈ ഹെൽമെറ്റ്, പിന്നെ അതുപോലെ തന്നെ ഇതിന് രണ്ട് മൗണ്ട് ഉണ്ട്. ഒന്ന് ഹെൽമെറ്റിൻ്റെ ഇവിടെ ചിൻ മൗണ്ടാണ്, ഒന്ന് അതുപോലെ തന്നെ ഹെൽമെറ്റിൻ്റെ മുകളിൽ വെക്കാനുള്ളത്. പിന്നെ വേറെ വേണ്ടത് നമുക്കിത് യൂസ് ചെയ്യാൻ ഗ്ലൗ വേണം. പിന്നെ അതുപോലെ തന്നെ എം സിയിൽ ഫട്ടാഫട്ട്, പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഒരു കോട്ടൺ വേസ്റ്റ് വേണം, പിന്നെ വെള്ളം വേണം, പിന്നെ അതുപോലെ തന്നെ നമുക്ക് സ്കെയിൽ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും എം സിയിൽ അതിൽ ഒട്ടിച്ച് കഴിഞ്ഞാൽ കുറേ ഭാഗങ്ങളിലാവും. അപ്പോൾ അത് നമുക്ക് വേണ്ടാത്ത ഭാഗങ്ങളിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ സ്കെയിലോ അങ്ങനത്തെ എന്തെങ്കിലും ഒരു സാധനം, ഇത്രയും സാധനങ്ങളാണ് നമുക്കിതിന് വേണ്ടത്. അപ്പോൾ നമുക്ക് വർക്ക് തുടങ്ങാം. ആദ്യം നമ്മൾ ഇതുപോലത്തെ ഗ്ലൗ വേണം. നമ്മുടെ കയ്യിൽ പറ്റിപ്പെടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഗ്ലൗ ഇടണത് നല്ലതാണ്. അപ്പോൾ ഇനി നമുക്ക് ഇത് എവിടെയാണോ ഫിക്സ് ചെയ്യേണ്ടത് ആ ഭാഗത്ത് ഡസ്റ്റൊക്കെ നന്നായിട്ട് നമ്മൾ കളയണം ആദ്യം, എന്നെങ്കിൽ ഇത് ആ ഭാഗത്ത് പിടിക്കുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഇതിൽ ഈ മൗണ്ട് പല വിധം ഉണ്ടാവും. ഇത് കുറച്ച് കർവ്ഡാണ്, കണ്ടോ? ഈ കർവ്ഡ് നമ്മൾ കർവായ പ്രതലത്തിൽ ഉപയോഗിക്കുക. ഇപ്പോൾ നമ്മൾ ഇവിടെ വെക്കുമ്പോൾ കണ്ടോ, നമ്മൾ ഈ ഭാഗത്തുനിന്ന് ഇവിടെ അടുത്തായിട്ട് വെച്ചിട്ട് ഇങ്ങനെ ഹെൽമെറ്റ് വെച്ച് ഇങ്ങനത്തെ വല്ല മാർക്കർ, വൈറ്റ് മാർക്കർ ഉണ്ടാവും. ഇതുകൊണ്ട് നമ്മൾ എവിടെയാണോ ഫിക്സ് ചെയ്യേണ്ടത് ആ ഭാഗത്ത് കറക്റ്റ് നമ്മൾ വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്താൽ നമുക്ക് ആ ഒരു പ്രതലത്തിൽ തന്നെ നമുക്ക് പിടിപ്പിക്കാൻ പറ്റും. ഇപ്പോൾ കണ്ടോ, ഈ ഒരു സ്ഥലത്താണ് ഇപ്പോൾ നമ്മൾ ഈ ചിൻ മൗണ്ട് ഫിക്സ് ചെയ്യാൻ പോകുന്നത്. പിന്നെ അതുപോലെ തന്നെ ഹെൽമെറ്റിൻ്റെ ടോപ്പിൽ നമ്മൾ ഇവിടെ ക്യാമറ പിടിപ്പിക്കാം. അപ്പോൾ അതിന് ഇവിടെ ആദ്യം ഇവിടത്തെയും ഡസ്റ്റ് നന്നായിട്ട് കളയുക ആദ്യം. പിന്നെ അതിന് ശേഷം നമ്മൾ ഈ ഒരു മൗണ്ടാണ് ഇവിടെ ഫിക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് കറക്റ്റ് നമ്മൾ എവിടെയാണോ വേണ്ടത് ആ ഒരു സ്ഥലത്ത് കറക്റ്റ് വെച്ചിട്ട് ഇതുപോലെ വൈറ്റ് മാർക്കർ കൊണ്ട് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ കണ്ടോ, നമ്മൾ ഏകദേശം ആ സ്ഥലത്ത് മാർക്ക് ചെയ്തു. പിന്നെ അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് ഈ എം സിയിൽ ഫട്ടാഫട്ട്, എം സിയിൽ പല എം സിയിലും ഉണ്ടാവും ഫട്ടാഫട്ട്, അതുപോലെ തന്നെ വേറെ ഓരോ ഇത് കിട്ടും. നമ്മൾ ഫട്ടാഫട്ടാണ് ഉപയോഗിക്കുന്നത്. ഇത് പെട്ടെന്ന് ഉണങ്ങും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് ഹെൽമെറ്റിൽ വെച്ചിട്ട് കുറേ നേരമൊന്നും നമുക്കങ്ങനെ വെക്കാൻ പറ്റില്ല. അപ്പോൾ അത് കാരണം നമ്മൾ പെട്ടെന്ന് ഉണങ്ങണേ. പിന്നെ അതിന് ശേഷം ഇതാ കണ്ടോ, ഇത് ഈ എം സിയിൽ തുറക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ രണ്ട് കവറിനകത്താവും ഉണ്ടാകുക. അപ്പോൾ നമ്മൾ ഇത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. കണ്ടോ, ഇതിലൊരു ബ്ലാക്ക് ആണുള്ളത്. പിന്നെ ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, ഇതിലൊരു ലൈറ്റ് കളറാണുള്ളത്. അപ്പോൾ ഇത് നമ്മൾ ഇനി ഇത് തുറന്നിട്ട് കണ്ടോ ഇങ്ങനെയാവും ഉണ്ടാവുക. ഇതിൽ നിന്ന് ഏകദേശം ഒരു പകുതി നമ്മളെടുക്കുക. പിന്നെ അതുപോലെ തന്നെ ഇതിൽ നിന്നും ഒരു പകുതി എടുക്കുക. ഇനി എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നല്ലോണം മിക്സ് ആക്കണം. ഇത് നല്ലോണം മിക്സ് ആയെങ്കിൽ മാത്രമേ ഇത് പിടിച്ച് നിൽക്കുള്ളൂ കേട്ടോ. നമ്മൾ നല്ല റേറ്റ് കൊടുത്ത് വാങ്ങിച്ച ക്യാമറയാണ്. പിന്നെ നമ്മൾ പോകുന്ന റോഡുകളൊക്കെ നമുക്കറിയാമല്ലോ, നല്ല സ്പീഡാവും. പിന്നെ അതുപോലെ തന്നെ കുണ്ടും കുഴികളൊക്കെ നിറഞ്ഞ റോഡുകളായിരിക്കും. അപ്പോൾ ഇത് അവിടെ നന്നായി നിൽക്കുന്നെങ്കിൽ മാത്രമേ നമുക്കതുകൊണ്ട് ഉപകാരം ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ വാങ്ങിച്ച ക്യാമറ നഷ്ടപ്പെട്ടു പോകും.
അപ്പോൾ നമ്മൾ ഈ മൗണ്ടിൽ ശരിക്കും 3mm സ്റ്റിക്കറൊക്കെ ഉണ്ട്, പക്ഷേ അത് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അപ്പോൾ അത് കാരണമാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്. പിന്നെ അത് മാത്രമല്ല, നമ്മൾ ഇതിന് യോജിച്ച കർവൊന്നും ആയിക്കൊള്ളുന്നില്ല പല ഹെൽമെറ്റുകളും. അപ്പോൾ അത് കാരണം നമുക്ക് ഇത് നിൽക്കണമെങ്കിൽ MC ഉപയോഗിക്കേണ്ടി വരും. ഇത് ഇപ്പോൾ നല്ലോണം മിക്സായി കഴിഞ്ഞ് ഇനി ഇത് ഈ ഒരു പ്രതലത്തിൽ നമ്മളിപ്പോൾ നേരത്തെ മാർക്ക് ചെയ്ത സ്ഥലത്ത് കറക്റ്റായിട്ട് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇനി ഇത് വേണമെങ്കിൽ നമുക്ക് പറിച്ച് കൊടുക്കാം. ഈ 3mm നമ്മൾ പറിച്ചിട്ടാണ് ഇനിയാണ് നമ്മൾ ഇതിൽ ഫിക്സ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത ഏകദേശം അതേ അളവിൽ തന്നെയാണ് നമ്മൾ വെക്കുന്നത്. ഈ അടിഭാഗം കറക്റ്റ് ആയിരിക്കണം നമ്മൾ ഹെൽമെറ്റ് നിലത്ത് വെക്കുമ്പോഴൊക്കെ, അല്ലെങ്കിൽ ആ ഭാഗം മാത്രം പൊന്തി നിൽക്കും. ഇനി വെച്ചിട്ട് ഇത് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി വേറെ ഒന്ന് ശ്രദ്ധിക്കണ്ട. ഇപ്പോൾ നമ്മൾ ഇത് വെക്കുമ്പോൾ കണ്ടോ, ഇതിൻ്റെ ഗ്യാപ്പിലൊന്നും ചിലപ്പോൾ ശരിക്കും ആയിക്കൊള്ളുന്നില്ല. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഈ ഒരു ഇത് ഉപയോഗിക്കുന്നത് ഇതിനാണ്. അല്ലെങ്കിൽ ഈ ഗ്യാപ്പ് ഇങ്ങനെ കണ്ടൊരു ബോറായിട്ട് തോന്നും നമുക്ക്. അപ്പോൾ നമ്മൾ എടുത്തത് ഏകദേശം കറക്റ്റാണ്. ഒരു ഫട്ടാഫട്ട് വാങ്ങിക്കഴിഞ്ഞാൽ അതുകൊണ്ട് നമുക്ക് ഈ 2 മൗണ്ടും ഫിക്സ് ചെയ്യാം. നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് കൂടുതൽ എടുക്കാതെ കറക്റ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ കൂടുതൽ പരക്കില്ല, വൃത്തികേടാവില്ല. അതാണ് നമ്മൾ ഇതിന് ശ്രദ്ധിക്കാനുള്ളത്. നമ്മൾ ഹെൽമെറ്റൊക്കെ നല്ല ക്ലിയറുള്ള ഹെൽമെറ്റ് ആവും. അപ്പോൾ ഇത് ഫിക്സ് ചെയ്യുമ്പോൾ ഇതുകൂടെ ഒന്ന് ശ്രദ്ധിക്കണം. പിന്നെ അതുപോലെ തന്നെ ഇനി നമ്മൾ ഇതിൻ്റെ മുകളിൽ ഇപ്പോൾ ഇതിങ്ങനെ ഇവിടെ ഒരു ബ്ലാക്കായി കിടക്കും. ഇനി വേറെ കളറൊക്കെയാണ് ഇതിപ്പോൾ ഓൾറെഡി ഇതിൻ്റെ ഇവിടെ ബ്ലാക്ക് ആവുകൊണ്ട് വലിയൊരു പ്രോബ്ലം ഇല്ല. പക്ഷേ ഇവിടെ വേറെ കളറാണ് ഹെൽമെറ്റിൽ എന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ഒരു കളർ വരുമ്പോൾ ബോറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ കളർ ടച്ച് ചെയ്ത് കൊടുക്കുകയെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സ്റ്റിക്കർ ഒട്ടിച്ച് കൊടുക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു കളറ് നമുക്ക് ആക്കിയെടുക്കാൻ പറ്റുന്നതാണ്. ഇനി ഇത് ഏകദേശം നമ്മൾ ഒരു അരമണിക്കൂറാണ് അവർ പറയുന്നത്. അരമണിക്കൂർ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഹാർഡായിട്ട് പിടിച്ചിരിക്കും. ഇതിൻ്റെ ഈ ഭാഗത്ത് കുറച്ച് ആയതൊക്കെ ഉണ്ട്, പക്ഷേ അത് നമ്മൾ കളഞ്ഞിട്ടുണ്ടെങ്കിലും അതിൻ്റെ ഒരു കളറ് വരുന്നുണ്ട്. അപ്പോൾ ഈ ഗ്ലോസി കളറാണ് ഇത് ഓൾറെഡി ഉള്ളത്. അപ്പോൾ അത് കാരണം ഇത് കണ്ടോ, അതിപ്പോൾ ഒരു മങ്ങിയ മാതിരി നമുക്കിതിൻ്റെ ഒരു അനുഭവപ്പെടുന്നുണ്ടോ. അപ്പോൾ ഇനി ഇത് ഉണങ്ങുന്നതിൻ്റെ മുമ്പ് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു കോട്ടൺ വേസ്റ്റ് എടുത്തിട്ട് നമ്മൾ വെള്ളം കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടല്ലോ, ഇത് കുറച്ച് എടുത്തിട്ട് ഇതൊന്ന് മുക്കി ജസ്റ്റ് ഒന്ന് ഇതിൽ പിടിച്ചിട്ട് ഇത് ഇളകാത്ത രീതിയിൽ നമുക്കൊന്നിങ്ങനെ തുടച്ച് കൊടുക്കുക. അത് ഉണങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചിലപ്പോൾ തുടച്ചാൽ കിട്ടിക്കൊള്ളുന്നില്ല. അപ്പോൾ നമ്മളിങ്ങനെ ഒട്ടിക്കുമ്പോൾ വേറെ കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇതാണ്ടോ, ഇവിടെ എയർവെൻസൊക്കെ ഉണ്ടെങ്കിൽ നമ്മളിത് ഒട്ടിച്ചതിന് ശേഷം നമ്മൾ ഇങ്ങനെ തന്നെ ആക്കി വെക്കുക. അപ്പോൾ അത് കാരണം നമുക്ക് ഉണങ്ങിക്കഴിഞ്ഞാൽ ഇതിങ്ങോട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു ഗ്യാപ്പ് അവിടെ വരും ചെയ്യും. ഇല്ലെങ്കിൽ നമുക്ക് എയർവെൻസ് കൊണ്ട് ഉപകാരം ഉണ്ടാവില്ല. അപ്പോൾ അത് അങ്ങനത്തെ ഹെൽമെറ്റൊക്കെ ആണെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക. കണ്ടോ, ഇത് കണ്ടോ, അത് ആ ഗ്യാപ്പിലേക്ക് ഇത് കയറും. നമുക്ക് എയർ വേണ്ട സമയത്ത് നമുക്ക് തുറന്നു വെക്കാൻ പറ്റും. ഇല്ലെങ്കിൽ ഇതിപ്പോൾ ഇങ്ങനെ ക്ലോസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തുറക്കാൻ പറ്റില്ല. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ടോപ്പിലുള്ള ഇതിൻ്റെ മൗണ്ട് ഫിക്സ് ചെയ്യാം.
അപ്പോൾ ഇത് നമ്മൾ ഫിറ്റ് ചെയ്യുമ്പോഴും ഇവിടെയും എയർ വെൻസ് ഉണ്ട്. അപ്പോൾ ഇതിന് ഈ എയർ വെൻറ്റിൻ്റെ ഇതിൻ്റെ കറക്റ്റ് മേളിലാണ് ഒട്ടിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് തന്നെ എയർ വെൻസ് ഒരിക്കലും നഷ്ടമാവില്ല. കണ്ടോ, എങ്ങോട്ടും സുഖമായിട്ട് നീക്കാൻ പറ്റും. അപ്പോൾ ഇത് ഫിക്സ് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കുക. പല ഹെൽമെറ്റും പല രീതിയിലായിരിക്കും. അപ്പോൾ അതിൻ്റെ സൗകര്യങ്ങളൊക്കെ നഷ്ടപ്പെടുത്താത്ത രീതിയിൽ നമ്മൾ ഇത് ഫിക്സ് ചെയ്യാൻ നോക്കുക. ഇപ്പോൾ നമ്മൾ കണ്ടോ, ഈ ചിൻ മൗണ്ടും ഇവിടെ ഫിക്സായി. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ടോപ്പിലുള്ള ഈ മൗണ്ടും ഫിക്സായി. ഇനി ഇതൊരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിൽ ക്യാമറ ഫിക്സ് ചെയ്യാൻ പറ്റുള്ളൂ. ഇന്നലെയാണ് നമ്മൾ ഈ ഹെൽമെറ്റിൽ ഈ മൗണ്ട് പിടിപ്പിച്ചത്. അപ്പോൾ വൈകുന്നേരം ആവുന്നതുകൊണ്ട് ചിലപ്പോൾ ഉണങ്ങാൻ ചാൻസ് കുറവാണെന്ന് കരുതിയിട്ടാണ് ഇന്ന് നമ്മൾ ഈ ക്യാമറ ഇതിൽ മൗണ്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിനി എങ്ങനെ ഈ 2 മൗണ്ടിൽ എങ്ങനെയാണ് ക്യാമറ ഫിറ്റ് ചെയ്യുക എന്നുള്ളത് നോക്കാം. അപ്പോൾ കണ്ടോ, ഈ മൗണ്ടിൽ വെക്കാൻ നമ്മുടെ ചിൻ മൗണ്ടിലാണെങ്കിൽ കണ്ടോ ഇങ്ങനത്തെ ഒരു ജെ ഹുക്ക് കാണും. ചിൻ മൗണ്ടിൽ ഫിറ്റ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ ഇത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് വ്യൂ കിട്ടില്ല. അപ്പോൾ അത് കാരണം നമ്മൾ ഈ ജെ ഹുക്കാണ് ചിൻ മൗണ്ടിൽ ഫിറ്റ് ചെയ്യാൻ പോകുന്നത്. കണ്ടോ, ഇങ്ങനെ വെച്ചിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ടോ, അപ്പോൾ ഈ ജെ ഹുക്ക് ഇവിടെ റെഡിയായി. ഇനി നമ്മൾ ഇപ്പോൾ ക്യാമറ നമ്മൾ ഷൂട്ട് ചെയ്യാവുന്നതുകൊണ്ട് ഇതിൻ്റെ കേസ് മാത്രമാണ് ഫിറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ കണ്ടോ, ചിൻ മൗണ്ടിൽ ഫിറ്റ് ചെയ്യണത് റെഡിയായി. ടോപ്പിൽ മൗണ്ട് ചെയ്യാനായിട്ട് ഇങ്ങനത്തെ ഒരു ഹുക്കാണ് വേണ്ടത്. ഇപ്പോൾ കണ്ടോ, ഇപ്പോൾ ടോപ്പിലുള്ളതും റെഡിയായി. ഇത് കണ്ടോ, ഇത് ഭയങ്കര ഹാർഡാണ് കേട്ടോ, നല്ലോണം ഇതിൽ പിടിച്ചിട്ടുണ്ട്. ഇതിന് ഇളക്കിയെടുക്കാൻ പറ്റുമോ എന്നുള്ള തന്നെ സംശയമാണ്. നമ്മൾ ഇവിടുത്തെ ഈ പെയിൻറ്റ് ഭാഗമൊക്കെ എല്ലാം പോരും, നമുക്ക് ഒഴിവാക്കാൻ ചിലപ്പോൾ പറ്റാനൊക്കെ റിസ്ക് ആവും, അത്രമാത്രം ഉറച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ വീഡിയോയിലുള്ളത്. വളരെ കുറഞ്ഞ ചിലവിൽ നമുക്ക് ഒരു മൗണ്ട് ഹെൽമെറ്റിൽ എങ്ങനെ ഫിക്സ് ചെയ്യാം എന്നുള്ള ഒരു വീഡിയോ ആണിത്. അപ്പോൾ തീർച്ചയായും മോട്ടോ വ്ളോഗിംഗ് ഒക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് വളരെ ഉപകാരപ്രദമായ ഒരു വീഡിയോ ആയിരിക്കും ഇതെന്ന് കരുതുന്നു. അപ്പോൾ അടുത്ത ഒരു വീഡിയോയുമായി കാണുന്നവരെ ബൈ.